ബിഗ് ബോസ് മലയാളം സീസൺ 7. അതായത് തുരത്തി തുരത്തി അടിക്കുക എന്നൊക്കെ പറയുന്ന പോലെയാണ് ഇന്ന് ജിസേലിനെ വീട്ടുകാരെല്ലാരും കൂടെ ചേർന്ന് പൊക്കിയത്. ജിസേല് മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നുണ്ട്. ഇന്ന് പകല് തന്നെ നമുക്കത് ലൈവ് കാണുമ്പോൾ അറിയാമായിരുന്നു. അതിനുശേഷം ഈ ജിസേല് ഫേസ് ക്ലീൻ ചെയ്തിട്ട് ഈ തുടച്ചിട്ടിട്ടുള്ള ഒരു ടിഷ്യൂ പേപ്പർ, ഈ എവിഡൻസ് ആണല്ലോ ഇവിടെ പ്രധാനം. ആ എവിഡൻസ് നമ്മുടെ അനുമോളുടെയും ടീമിന്റെയും കയ്യിൽ കിട്ടി. അങ്ങനെ അവരിത് ജിസേലിനെ വിളിച്ചു നിർത്തി ചോദിച്ചു. കയ്യോടെ പിടിക്കപ്പെട്ടു. ജിസേല് നല്ലപോലെ ഉരുണ്ട് മറിഞ്ഞൊക്കെ പോകാൻ നോക്കിയെങ്കിലും ഒരു രക്ഷയും ഉണ്ടായില്ല. ജിസേലാണ് ഇത് ചെയ്തത് എന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ ബിഗ് ബോസിലെ നിയമം വീണ്ടും ലംഘിച്ച് ജിസേല് ബിഗ് ബോസിന്റെ കണ്ണിലെ തന്നെ കരടായി മാറിയിരിക്കുകയാണ്. പാതിരാത്രിയിൽ പോയിട്ട് 1:30-2 മണിക്കൊക്കെ പോയി ബിഗ് ബോസിന്റെ അടുത്ത് എന്നോട് ദയ കാണിക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് തോന്നുന്നില്ല ബിഗ് ബോസ് ദയ കാണിക്കുമെന്ന്. പലതവണ ദയ കാണിച്ചതാണല്ലോ. എത്ര വാണിംഗ് കൊടുത്തു, എത്രയോ തവണ. വീണ്ടും വീണ്ടും ആ തെറ്റ് ആവർത്തിച്ചത് കൊണ്ട് തന്നെ വലിയ പണിഷ്മെന്റ് ഈ വീക്കെൻഡിൽ ജിസേലിന് കിട്ടാനുള്ള സാധ്യതയാണ് തെളിഞ്ഞിരിക്കുന്നത്. ജിസേലിന്റെ ഈ കള്ളത്തരങ്ങൾ കയ്യോടെ പൊക്കിയതാകട്ടെ നമ്മുടെ അനുമോള്, ആദില, നൂറ, ഇങ്ങനെ പെൺപടയാണ്, ശൈത്യ, ഇവരെല്ലാം ചേർന്നാണ് ജിസേലിനെ കയ്യോടെ പൊക്കിയത്. ഇന്നിപ്പോ ലൈവിൽ ഉൾപ്പെടെ ഈ സമയത്തൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന ഈ പ്രശ്നമാണ്. ഒരുപാട് സമയം ഈ ഒരു പ്രശ്നം നടന്നു. ഇന്ന് എന്തായാലും ജിസേലിന് ഇതിൽ നിന്ന് ഊരാൻ പറ്റില്ല. ജിസേൽ അവസാനം ബിഗ് ബോസിന്റെ അടുത്ത് പോയി കുറ്റസമ്മതം നടത്തുന്നുണ്ടെങ്കിലും വലിയ പണിഷ്മെന്റ് ആയിരിക്കും ചിലപ്പോൾ അവരെ കാത്തിരിക്കുന്നത്.